ഓം നമോ ഭഗവതി വാസുദേവായ. ഹരിമുരളീരവത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാരായണ നാരായണ ജയ ഗോവിന്ദ ഹരേ ഗോവിന്ദ ഹരേ. നാരായണ നാരായണ ജയ ഗോപാല ഹരേ ഗോപാല ഹരേ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് പുതിയൊരു ദശകം 87 കുചേലവൃത്തം. ഈ ദശകത്തിൽ ഭട്ടതിരിപ്പാട് വർണ്ണിക്കുന്നത് കുചേലനും ഭഗവാനുമുള്ള സൗഹൃദത്തെക്കുറിച്ചാണ്. ഭഗവാൻ സാന്ദീപനി മഹർഷിയുടെ ഗുരുകുലത്തിൽ പഠിച്ചുകൊണ്ടിരുന്ന കാലത്ത് ശാന്തനും നിസ്സംഗനുമായ കുചേലൻ എന്ന ബ്രാഹ്മണൻ അവിടെ പഠിച്ചുകൊണ്ടിരുന്നു. ഗൃഹസ്ഥനായ കുചേലന് ഭഗവത് ഭക്തി അസാമാന്യമായിരുന്നു. അതിനാൽ ധനത്തിലൊന്നും അത്ര താൽപ്പര്യമില്ല. കുചേല പത്നിക്കും ഭക്തിക്ക് ഒട്ടും കുറവില്ലായിരുന്നു. പക്ഷേ കുചേലൻ്റെ പോലെ വിരക്തിയായിട്ടില്ല. ഉപജീവനത്തിനു വേണ്ടി ഭഗവാൻ കൃഷ്ണനെ എന്തുകൊണ്ട് ഒന്ന് പോയി കണ്ടുകൂടാ എന്ന് എപ്പോഴും ചോദിക്കുമായിരുന്നു. വിശപ്പ് കൊണ്ട് തളർന്ന് ദുഃഖിതയായ കുചേലപത്നിയുടെ പ്രേരണയാൽ അയാൾ ഭഗവാനെ കാണാൻ തീരുമാനിക്കുന്നു. അവൾ കാഴ്ചദ്രവ്യമാക്കി മുണ്ടിൽ പൊതിഞ്ഞുകെട്ടി ഭഗവത് ദർശനാകാംക്ഷയോടെ ദ്വാരകയിലേക്ക് യാത്ര തിരിച്ചു. അങ്ങനെ കുചേലൻ ദ്വാരകയിലെത്തി. വിലതീരാത്ത രത്നങ്ങൾ കൊണ്ടും ഐശ്വര്യ സമൃദ്ധി കൊണ്ടും അത്ഭുതമുളവാക്കുന്ന ദ്വാരകയിൽ കുചേലൻ ചെന്ന് ചേർന്നിട്ട് അവിടെയുള്ള ഗൃഹങ്ങളിൽ മനോഹരമായ മിത്രവിന്ദയുടെ സാന്നിധ്യത്തോടു കൂടിയ രുക്മിണീ ഗൃഹത്തിൽ പ്രവേശിച്ച കുചേലന് വൈകുണ്ഠം പ്രാപിച്ചാലുള്ള ആനന്ദമുണ്ടായി. ഭഗവാൻ ഒന്നിച്ചു പഠിച്ച കുചേലനെ സൽക്കരിച്ച് കട്ടിലിൽ ഇരുത്തി ഉപചരിച്ചു. ഭഗവാന്റെ ധർമ്മപത്നിയായ രുക്മിണി കുചേലനെ ചാമരം കൊണ്ട് വീശി യാത്രാക്ലേശം മാറ്റി. കുചേലൻ്റെ കൈപിടിച്ച് ഭഗവാൻ ഗുരുപത്നിയുടെ വാക്ക് കേട്ട് വിറകിനു പോയതും മഴ വന്നതും ഗുരുകുല സംഭവങ്ങളെല്ലാം ഓർമ്മിപ്പിച്ചു. അനന്തരം ഭഗവാന് എങ്ങനെ ഈ മോശപ്പെട്ട അവൽ പൊതി കാഴ്ചവെക്കുമെന്ന് കരുതി ലജ്ജിതനായി കുചേലൻ അത് മറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഭഗവാൻ അത് പിടിച്ചു വാങ്ങി. ഒരു പിടി വാരി വായിലിട്ടു. രണ്ടാമതും വാരാൻ തുടങ്ങിയപ്പോൾ ലക്ഷ്മി ഭഗവതി ഭഗവാന്റെ കൈക്ക് പിടിച്ച് തടയുന്നു. ഭക്തന്മാരുടെ ഭക്തനായ ഭഗവാൻ നൽകിയ സൽക്കാരോപചാരങ്ങൾ ഏറ്റ് അത്യാനന്ദത്തോടു കൂടി കുചേലൻ ഒരു രാത്രി ഭഗവത് നഗരിയിൽ ഭഗവത് പര്യങ്കത്തിൽ കിടന്നുറങ്ങി. അടുത്ത ദിവസം കുചേലൻ തിരിച്ചു പോന്നു. പക്ഷെ ഒന്നും ചോദിച്ചില്ല. താൻ എന്തു ചോദിച്ചാലും ഭഗവാൻ തരുമായിരുന്നു. ചോദിച്ചുമില്ല, ഭഗവാൻ തന്നതുമില്ല. ഭാര്യയോടിനി എന്താണ് പറയുക എന്നൊക്കെ ചിന്തിച്ച് ആ സൽക്കാരത്തിൻ്റെ ഓർമ്മകളിൽ മുഴുകി കുചേലൻ തൻ്റെ ഗൃഹത്തിലെത്തിച്ചേർന്നു. രത്നസുവർണങ്ങളാൽ നിർമ്മിതമായ തൻ്റെ ഭവനം കണ്ടപ്പോൾ കുചേലന് തന്നെ വഴിതെറ്റിപ്പോയി എന്ന് വിചാരിച്ചു. പരിഭ്രമത്തിൽ നോക്കുമ്പോൾ തൻ്റെ ഭാര്യ സർവാഭരണഭൂഷിതയായി മഹാലക്ഷ്മിയെപ്പോലെ തോഴിമാരോടൊപ്പം നടന്നു വരുന്നത് കണ്ടു. കുചേലൻ്റെ സംശയമെല്ലാം തീർന്നു. കുചേലൻ ദാരിദ്ര്യത്തിൽ നിന്നും മുക്തനായി സർവ ഐശ്വര്യ സമ്പൂർണമായ മണിമന്ദിരത്തിൽ ഇഹലോക സുഖം അനുഭവിച്ചു കഴിഞ്ഞു. എങ്കിലും ഭക്തിയേറി പരമഭാഗവതനായി ബ്രഹ്മാനന്ദത്തെ പ്രാപിച്ചു. സുഖത്തിലും ഭക്തിയും വിരക്തിയും വളരത്തക്കവണ്ണം നിസ്സംഗനായിട്ടാണ് ലോകജീവിതത്തിൽ കുചേലൻ കഴിഞ്ഞത്. ഭക്താഭീഷ്ടങ്ങൾ നൽകി അനുഗ്രഹിക്കുന്ന ഭഗവാൻ തൻ്റെ രോഗങ്ങൾ മാറ്റണമെന്ന പ്രാർത്ഥനയോടെ കവി ഈ ദശകം ഇവിടെ അവസാനിപ്പിക്കുന്നു. നമുക്ക് ഈ ദശകത്തിലെ 1ഉം 2ഉം ശ്ലോകങ്ങൾ നോക്കാം. ശ്ലോകം 1. കുചേലനാമാ ഭവതഃ സതീർത്ഥ്യതാം ഗതഃ സാന്ദീപനി മന്ദിരേ ദ്വിജഃ ത്വദേകരാഗേണ ധനാദിനിസ്പൃഹോ
ദിനാനി നിന്യേ പ്രശമി ഗൃഹാശ്രമി. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. കുചേല നാമ ഭവത സതീർത്ഥ്യതാം ഗത സ സാന്ദീപനി മന്ദിരേ ദ്വിജ ത്വദേക രാഗേണ ധനാദി നിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമി ഗൃഹാശ്രമി. അർത്ഥം: സാന്ദീപനി മന്ദിരെ, സാന്ദീപനിയുടെ ഗൃഹത്തിൽ വസിക്കുമ്പോൾ, തവ അങ്ങയുടെ, സതീർത്ഥ്യതാം കൂടെ പഠിച്ചവനായ, ഗത പ്രാപിച്ചവനായ, പ്രശമി ശാന്തശീലനും, ഗൃഹാശ്രമി ഗൃഹസ്ഥാശ്രമസ്ഥനും, കുചേലനാമ കുചേലൻ എന്ന പേരോടു കൂടിയവനുമായ, സ ആ ദ്വിജ ബ്രാഹ്മണൻ, ത്വദേകരാഗേണ അങ്ങയിൽ മാത്രമുള്ള പ്രേമത്താൽ, ധനാദി നിസ്പൃഹ ധനം മുതലായവയിൽ ആശയില്ലാത്തവനായി, ദിനാനി ദിവസങ്ങൾ, നിന്യേ നയിച്ചു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങൾ ഒന്ന് നോക്കാം. കുചേല നാമ ഭവത. അവിടെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ സതീർത്ഥ്യതാം എന്നുള്ളതിന് ഒരു സാ മതി. ചേർത്ത് ചൊല്ലുമ്പോൾ 2 സാന്ന് വേണം. ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. അതേപോലെ സതീർത്ഥ്യ എന്നുള്ള ഥ്യ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയാനുള്ളതാണ്. ഗത ഇവിടെയും അതേപോലെ വിസർഗിട്ട് ചൊല്ലുകയാണെങ്കിൽ ഒരു സാന്ന് മതി. ചേർത്ത് ചൊല്ലുമ്പോൾ ഗതസ അങ്ങനെ ചൊല്ലണം. സാന്ദീപനി മന്ദിരേ ദ്വിജ അവിടെ വിസർഗം. ത്വദേക രാഗേണ ധനാദി, ധ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമി ഗൃഹാശ്രമീ. നീട്ടിയിട്ട് അങ്ങനെ നിർത്താം. കുചേലനാമ ഭവതഃ സതീർത്ഥ്യതാം ഗതഃ സാന്ദീപനി മന്ദിരേ ദ്വിജ ത്വദേകരാഗേണ ധനാദി നിസ്പൃഹോ ദിനാനി നിന്യേ പ്രശമി ഗൃഹാശ്രമി. അടുത്തത് 2ാമത്തെ ശ്ലോകം. സമാനശീലാഭി തദീയവല്ലഭ തഥൈവ നോ ചിത്തജയം സമേയുഷി കദാചിദൂജേ ബദവൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ. നമുക്ക് ഈ ശ്ലോകത്തിലെ വാക്കുകൾ പിരിച്ചിട്ട് അർത്ഥം നോക്കാം. സമാനശീലാഭി തദീയ വല്ലഭ തഥൈവ നോ ചിത്തജയം സമേയുഷി കദാചിത് ഊജേ ബദ വൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ. തദീയ വല്ലഭ കുചേലൻ്റെ ഭാര്യ, സമാനശീല അപി തുല്യശീലമുള്ളവളാണെങ്കിൽ തന്നെയും, തഥാ ഏവ അതുപോലെ, ചിത്തജയം മനോനിഗ്രഹം, ന സമേയുഷി പ്രാപിക്കാത്തവളായിട്ട്, വൃത്തിലബ്ധയെ ജീവിതവൃത്തിക്ക് വേണ്ടി, സഖ അവിടുത്തെ ഇഷ്ടനായ, രമാപതി ശ്രീകൃഷ്ണൻ, കിം ന നിഷേവ്യതേ എന്തുകൊണ്ട് സേവിക്കുന്നില്ല, കഥാചിത് ഒരിക്കൽ ഇങ്ങനെ, ഊജെ പറഞ്ഞു. നമുക്ക് ഈ ശ്ലോകത്തിലെ അക്ഷരങ്ങളൊന്ന് നോക്കാം. സമാനശീല അപി ചേർത്ത് ചൊല്ലുമ്പോൾ സമാനശീലാപി, തദീയ വല്ലഭ ഭ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. തഥൈവ തഥ ഏവ അതാണ് തഥൈവ, ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നോ ചിത്തജയം സമേയുഷി കദാചിത് ഊജേ ചേർത്ത് ചൊല്ലുമ്പോൾ കദാചിദൂജേ. ബദ ബ എന്നുള്ള അക്ഷരം മൃദുവായിട്ട് പറഞ്ഞാൽ മതി. വൃത്തിലബ്ധയെ ഥ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. രമാപതി അവിടെ വിസർഗം. കിം ന സഖ ഖ എന്നുള്ള അക്ഷരം നന്നായിട്ട് ഉറപ്പിച്ച് പറയണം. നിഷേവ്യതേ. സമാനശീലാഭി തദീയവല്ലഭ തഥൈവ നോ ചിത്തജയം സമേയുഷി കദാചിദൂജേ ബദവൃത്തിലബ്ധയേ രമാപതി കിം ന സഖാ നിഷേവ്യതേ.
ഹരിനാരായണ ഗോവിന്ദ ജയ നാരായണ ഗോവിന്ദ ഹരിനാരായണ ജയ നാരായണ ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.